12 വയസ്സുള്ളൊരു പെൺകുട്ടിയുടെ മുഖത്തിന് കുറുകെയാണ് ഒരു വെട്ട്. ആംഗ്യം കാണിക്കുന്നല്ലാണ്ട് വാ തുറന്ന് നിന്ന് സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അപ്പോഴും. എൻ്റെ കേസ് അന്വേഷണ വേളയിൽ ഞാൻ ഇതുപോലെ ഒരു സാക്ഷിമൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. പ്രിൻസ് എബ്രഹാം 28 വർഷക്കാലം കേരള പോലീസിൽ വിവിധ നിലകളിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥൻ. നിരവധിയായ കേസുകളുടെ അന്വേഷണത്തിൽ നേതൃപരമായ പങ്കുവഹിച്ച ഓഫീസർ. ബോംബ് കെട്ടിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ പൊട്ടിയിട്ട് ഇവൻ്റെ 2 കൈപ്പത്തിയും പോയി. അമ്മ വാതിക്കൽ നിന്ന് ഞങ്ങളെ നോക്കുന്ന പട്ടാളത്തിലേക്കുള്ള സെലക്ഷൻ കിട്ടിയ മകനാ. 2 കൈപ്പത്തിയും മറ്റ് മുറ്റത്തിരിക്കുന്നു. എല്ലാ പ്രതീക്ഷകളും പോയ കുടുംബത്തിൻ്റെ. അന്ന് ഞങ്ങളെ പ്രതി അറസ്റ്റ് ചെയ്തില്ല. സംഭവ ബഹുലമായ സർവീസ് കാലം വിവരിക്കുകയാണ് പ്രിൻസ് എബ്രഹാം. ഒരു ഉന്തുവണ്ടിക്കാരനോട് അങ്ങോട്ട് മാറാൻ പറഞ്ഞ സംസാരം ചെന്ന് അവസാനിക്കുന്നത് ഒരു ലത്തിച്ചാർജിലും ഒരു 307 കേസ് രജിസ്ട്രേഷനിലും എൻ്റെ ട്രാൻസ്ഫറിലും. സബ് ഇൻസ്പെക്ടറിൽ തുടങ്ങി സൂപ്രണ്ട് ഓഫ് പോലീസ് വരെ എത്തിയ ദീർഘമായ സർവീസ് കാലത്തെ മറക്കാത്ത സംഭവങ്ങൾ. ഫോണിൽ വിളിച്ചിട്ട് പറയുന്നത്, സർ കനകരാജ് സൂയിസൈഡ് ചെയ്തു. പിറ്റേന്ന് രാവിലെ ഈ സ്ക്വാഡുകാർ അവിടെ ചെല്ലുമ്പോഴാണ് ഈ ബോഡി അവിടെ മരത്തെ തൂങ്ങിക്കിടക്കുക. പോലീസുകാരവിടുത്തെ നാട്ടുകാരെല്ലാം കൂടെ വളഞ്ഞു, നിങ്ങളാണ് അവനെ കൊന്നത്, നിങ്ങളെ ഞങ്ങൾ വിടൂലെന്നെല്ലാം പറഞ്ഞ് ഭയങ്കര പ്രശ്നമായി. വിഭിന്ന സ്വഭാവക്കാരായ കുറ്റവാളികൾ. അവൻ പറഞ്ഞത്, എനിക്ക് ഈ സേവ്യറിൻ്റെ ഭാര്യ എന്നെ ഇഷ്ടമാണ്, അവൾക്ക് നിന്നോട് വല്ല ഇഷ്ടമുണ്ടോ അതെനിക്കറിയത്തില്ല. ഇവനെ ഇല്ലാതാക്കിയിട്ട് വേണം അവളോട് ഈ വിവരം പറയാനും അവളോടൊത്ത് ജീവിക്കാനും. വേറെ ഒരു വിരോധവും എനിക്ക് സേവറിനോടില്ല. സേവർ എൻ്റെ കൂട്ടുകാരനാണ്. രസകരമായ സർവീസ് അനുഭവങ്ങൾ. ഞങ്ങൾക്ക് 4 പേർ കൂടെ ഏതായാലും ഈ വരുന്ന ജാഥയെ തടഞ്ഞു നിർത്താനുള്ള കഴിയത്തില്ല. അത് ഇമ്പോസിബിളാണ്. വില്ലേജ് ഓഫീസറോട് പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യും, വാതിലങ്ങ് തുറന്നിട്ട് വരുമെന്ന് പറഞ്ഞു. ഇത് പിക്കറ്റ് ചെയ്യാൻ വരുന്ന ആൾക്കാരല്ലേ, മാർച്ച് വരുമല്ലേ വില്ലേജ് ഓഫീസിലേക്ക്. നോക്കുമ്പോൾ ഇത് തുറന്നു കിടക്കല്ലേ. അവരവിടെ വന്ന് തന്നെ അങ്ങ് നിന്നു. 100-ലധികം ഗുഡ് സർവീസ് എൻട്രികളും 4 തവണ ബാഡ്ജ് ഓഫ് ഓണറും നേടിയ പ്രിൻസ് എബ്രഹാം തന്റെ പോലീസ് ജീവിതം വിവരിക്കുന്നു. ഈ കേസിൻ്റെ സംഭവം നടക്കുന്ന കാലത്ത് ഞാനൊരു CA ആയിരുന്നു. 17/7/2005 തീയതി 10:30 മണി സമയത്ത് PK കാദർകുട്ടി സക്കീന മൻസിൽ എന്നയാൾ സ്റ്റേഷനിൽ ഹാജരായി. നേരമ്പുക്ക് റോഡിലുള്ള ഇദ്ദേഹത്തിൻ്റെ വക വാടക കോട്ടേഴ്സിൽ അദ്ദേഹത്തിൻ്റെ വീടിന് തന്നെ അടുത്തുള്ള ആ മുറിയിൽ തമിഴ്നാട്ടുകാരനായ പ്രഭാകരൻ എന്നയാൾ കഴുത്തറുത്ത നിലയിൽ കൊല്ലപ്പെട്ടതായി കണ്ടു എന്ന് വന്നു പറഞ്ഞത്. ആ സമയം സ്റ്റേഷനിൽ ഹാജരുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആയത് FIR രജിസ്റ്റർ ചെയ്തു കൊലപാതകത്തിന്. ഈ വിവരം സ്റ്റേഷനിൽ അറിഞ്ഞ ഉടനെ തന്നെ ഞാനും SIയും സംഭവ സ്ഥലത്തേക്ക് പോയി പാർട്ടിയോടൊപ്പം. ഫോണിലൂടെ DYSPയും SP-യും വിവരം ധരിപ്പിച്ചു. സംഭവ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഈ വാടക കോട്ടേഴ്സിൻ്റെ ഡോറ് തുറന്ന് കിടക്കുകയായിരുന്നു. വാതിലൂടെ നോക്കിയപ്പോൾ പ്രഭാകരൻ എന്ന് കൊല്ലപ്പെട്ടയാൾ കമിഴ്ന്ന് കിടക്കുകയായിരുന്നു. തല ഏതാണ്ട് അറ്റുപോകാറായ നിലയിലും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും മുറിവുകളുണ്ടായിരുന്നു. സംഭവ സ്ഥലത്ത് പോലീസുകാരനെ ഗാർഡിന് നിയോഗിച്ചു. അതിനുശേഷം എന്താണ് ഇതിന് ചുറ്റുമുള്ള നാട്ടുകാർക്ക് പറയാനുള്ളതെന്ന് അറിയാനായിട്ട് ചുറ്റുമുള്ള വീടുകളിൽ അന്വേഷിച്ചു. അന്വേഷണത്തിൽ ഖാദർകുട്ടി എന്ന പരാതിക്കാരൻ്റെ വീട്ടിൽ നിന്ന് ഇയാൾ തമിഴ്നാട്ടുകാരനായ പലിശയ്ക്ക് കൊടുക്കുന്ന ആളാണ് എന്ന്, കുറേ നാളായി അവിടെ താമസിക്കുന്നു എന്നും മനസ്സിലാക്കാനായി. തുടർന്ന് ഇവരോടും മറ്റുള്ളവരോടും ഈ കോട്ടേഴ്സിൽ ഇയാളെ കാണാനായിട്ട് ആരെങ്കിലും വരാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല എന്ന് മറുപടി പറഞ്ഞു. ഇയാളുടെ കൂടെ ആരെങ്കിലും താമസിക്കാറുണ്ടോ, കുടുംബമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ആരും താമസമില്ല. നേരത്തെ ആരോ താമസിച്ചിരുന്നതായിട്ട് പറയുന്നുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ്. ഇയാൾ ഈ കോട്ടയത്തിൽ കുറേ നാളായി അവിടെ താമസിക്കുന്നത്. പിന്നെ അവരോട് ചോദിച്ചപ്പം പറഞ്ഞു, ഞായറാഴ്ച ദിവസങ്ങളിൽ
തലശ്ശേരിയിൽ ഇതുപോലെ തന്നെ പൈസ പലിശയ്ക്ക് കൊടുക്കുന്ന മുത്തു എന്ന് പറയുന്ന ഒരാൾ ഇയാളെ കാണാൻ ഞായറാഴ്ച ദിവസം രാവിലെ വരും. ചിലപ്പോൾ അയാൾ വൈകുന്നേരം പോകും, അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെ പോകൂ എന്ന് പറഞ്ഞു. ഇന്നെങ്ങനെയാണ് ഈ വിവരം നിങ്ങൾ അറിഞ്ഞതെന്ന് പരാതിക്കാരൻ്റെ കുടുംബത്തിനോട് ചോദിച്ചപ്പോൾ ഇന്നും രാവിലെ മുത്തു വന്നിരുന്നു. മുത്തു നോക്കുമ്പോൾ വാതിൽ ചാരിയിട്ടുണ്ടായിരുന്നു, അടച്ചിട്ടില്ലായിരുന്നു. തുറന്നു നോക്കുമ്പോൾ പ്രഭാകരൻ മരിച്ച നിലയിലാണ് കണ്ടത്. ആ വിവരം അയാളാണ് ഞങ്ങളോട് പറഞ്ഞത്. അങ്ങനെയാണ് സ്റ്റേഷനിൽ വിവരം എത്തിയത് എന്ന് പറഞ്ഞു. ഉടനെ തന്നെ കേസിൻ്റെ അന്വേഷണം ആരംഭിച്ചു. കാരണം ഒരു കൊലപാതക കേസാണല്ലോ. എന്താണ് ഈ കൊലപാതകത്തിൻ്റെ മോട്ടീവ് എന്ന് അറിയില്ല. അന്നേരം പ്രാഥമിക ഘട്ടത്തിൽ നമുക്ക് വ്യക്തമല്ല. സാക്ഷികൾക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനുമില്ല എന്നും ബോധ്യമായി. എന്തായിരിക്കാം കാരണം? കാരണത്തെക്കുറിച്ച് ഞങ്ങളൊന്ന് വിലയിരുത്തി നോക്കിയപ്പോൾ ഇത് കേരളത്തിലെ കുറ്റവാളികൾ ചെയ്യാൻ സാധ്യതയുണ്ട്, തമിഴ്നാട്ടിലെയും. കാരണം ഇയാൾ തമിഴ്നാട്ടുകാരനായതുകൊണ്ട് അവിടുത്തെയും പ്രതികൾ ചിലപ്പോൾ ഇതിനകത്ത് ഇൻവോൾവ് ആവാൻ സാധ്യതയുണ്ട് എന്ന് ഞങ്ങൾക്കൊരു സംശയം തോന്നി. അപ്പോൾ ഇവർക്കെല്ലാം പലിശയ്ക്ക് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഇവരുടെ എല്ലാം നേതാവായിട്ട് അണ്ണൻ എന്ന് പറയപ്പെടുന്ന ഒരാളുണ്ട്. അയാൾ തലശ്ശേരിയിലാണ് താമസിക്കുന്നത്. അയാളാണ് ഇരിട്ടി തലശ്ശേരി മേഖലകളിലെല്ലാം ഈ പൈസയ്ക്ക് പലിശ കൊടുക്കുന്നതിൻ്റെ നേതാവ്. അയാളുടെയാണ് പൈസ. അയാളെ സ്റ്റേഷനിലേക്ക് വിളിച്ച് വരുത്തി. ഇതിനിടയിൽ FIR കിട്ടിയതിന് ശേഷം ഞാൻ കേസിൻ്റെ അന്വേഷണം ആരംഭിച്ചു. എൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി. സംഭവ സ്ഥലം പരിശോധിച്ചതിൽ അവിടെ വ്യക്തതയില്ലാത്ത 2-3 ഫിംഗർ പ്രിൻറ്റും വ്യക്തതയുള്ള ഒരു ഫുട് പ്രിൻറ്റും കിട്ടിയിരുന്നു. ഫുട് പ്രിൻറ്റ് അവിടെ തളം കെട്ടിക്കിടന്നിരുന്ന, സംഭവ സ്ഥലത്ത് മൊത്തം ചോരയായിരുന്നു. കാരണം ഏതാണ്ട് കഴുത്ത് അറ്റു പോകാറായിരുന്നല്ലോ. അപ്പോൾ അതിലെ ചോരയിൽ ചവിട്ടിയത് പിന്നീട് വന്ന ഒരു പ്രിൻ്റ്, അതിന് ശേഷം അത് വ്യക്തമായിട്ട് കാണാൻ കഴിഞ്ഞു. ആ പ്രിൻറ്റിന്, ഫുട് പ്രിൻറ്റിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. സാധാരണ നമ്മുടെ ഫുട് പ്രിൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ തള്ളവിരലിൽ നിന്നും ചെറുവിരലിലേക്ക് പോകുമ്പോൾ ഒരു സെമി ആർച്ച് പോലെയാണ് പോകാറുള്ളത്. എന്നാൽ ഈ പ്രിൻറ്റിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വിരൽ, അവസാനത്തെ വിരലും അതിന് തൊട്ടടുത്തുള്ള വിരലും കുറച്ച് ഉയരം കൂടി ഏതാണ്ട് ഒരു നേർരേഖ പോലെ, സാധാരണ വളഞ്ഞാണ്, വില്ല് പോലെ, സെമി വില്ല് പോലെ വളഞ്ഞിരിക്കുകയാണ് നമ്മുടെ അധികം ആൾക്കാരുടെയും. പക്ഷേ ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തള്ളവിരലിൽ നിന്നും ഒരു നേർരേഖ വരച്ചതുപോലെയാണ് ചെറുവിരലിലേക്ക് ഈ വിരലുകളുടെ സ്ഥാനം, അതിൻ്റെ ഒരു ഉയരം കാണാൻ കഴിഞ്ഞത്. അതിനൊരു പ്രത്യേകത ഉള്ളതായി. അപ്പം ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ കാലൊന്ന് പരിശോധിച്ച് നോക്കി. അപ്പം ഈ ഫുട് പ്രിൻറ്റിന് എന്തോ ഒരു പ്രത്യേകതയുണ്ടെന്ന് മനസ്സിലായി. പിന്നെ ഞങ്ങൾ തൊട്ടടുത്തുള്ള സാക്ഷികളെയും ഇവരുമായി ബന്ധപ്പെടാൻ സാധ്യതയുള്ളവരെയും ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തി. ഇതിനിടയിൽ രഹസ്യമായിട്ട് പോലീസുകാർ ഈ കേസിൻ്റെ അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. ഈ പ്രതികളെക്കുറിച്ചോ മറ്റെന്തെങ്കിലും വിവരം കിട്ടിയിരുന്നു എന്നുള്ളതിനെക്കുറിച്ച്. ആ കോട്ടേഴ്സ് പരിശോധിക്കുമ്പോൾ അതിന് ഇയാൾ ഒരു ബാഗ് കൊണ്ടു നടക്കാറുണ്ടായിരുന്നു. പ്രഭാകരൻ സാധാരണ കൊണ്ടു നടക്കാറുള്ള പൈസയും കുറിപ്പും ഒക്കെ ആയിട്ടുള്ള ആ ആളുടെ പേരുവിവരങ്ങളൊക്കെ ഉള്ള ആ ബാഗ് മിസ്സിങ് ആയിരുന്നു. അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി. ഇയാളുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടുണ്ട്. ഈ പൈസ എടുത്തുകൊണ്ട് പോകുന്നതിന് വേണ്ടി ഉള്ള ശ്രമത്തിനിടയിലായിരിക്കാം പ്രഭാകരൻ കൊല്ലപ്പെട്ടതെന്ന്. കഴുത്തറുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, കിടക്കുന്ന നിലയിൽ കഴുത്തറുക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും അവിടെ തന്നെ കിടക്കാനോ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് വരുവാണെന്നുണ്ടെങ്കിൽ താഴെ വീഴാനോ ഉള്ളൂ സാധ്യത. പക്ഷേ പ്രഭാകരൻ്റെ ബോഡി കണ്ടത് പടിഞ്ഞാറോട്ടാണ് തലവെച്ച് പ്രഭാകരൻ
കിടക്കാറുള്ളത്. നമുക്ക് അവിടെ കട്ടിൽ പരിശോധിച്ചപ്പോൾ മനസ്സിലായി. എന്നാൽ പ്രഭാകരൻ്റെ തലയുള്ളത് കിഴക്കോട്ടായിരുന്നു. ബാഗും കാണുന്നില്ല. തന്നെയുമല്ല, ആ മുറി പരിശോധനയിൽ രക്തം കൊണ്ട് അവിടെ മൊത്തം കെട്ടിക്കിടക്കുക. കൂടാതെ ഒരു പിടിവലി നടന്നതിൻ്റെ ലക്ഷണവും കാണുന്നുണ്ട്. കസേര മറിഞ്ഞ് അങ്ങോട്ട് മൂലയ്ക്കോട്ട് മാറിയിരിക്കുന്ന നിലയിൽ കണ്ടു. പണം മോഷ്ടിക്കാനായിട്ട് വന്ന പ്രതി ആയിരിക്കാം ഈ കുറ്റകൃത്യം ചെയ്തത് എന്ന ഒരു അനുമാനത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു. പക്ഷേ അപ്പോഴും വേറൊരു ചോദ്യം ഇവിടെ ബാക്കിയുണ്ട്. ഈ പ്രതി എങ്ങനെ മുറിക്കകത്ത് കയറി? മുറിക്കകത്ത് കയറണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രഭാകരൻ വാതിൽ തുറക്കണമല്ലേ? വാതിൽ ഞങ്ങൾ പരിശോധിച്ചു, ചവിട്ടിപ്പൊളിച്ചൊന്നുമല്ല, ചവിട്ടിപ്പൊളിച്ചിട്ടില്ല. അതിൽ നിന്നും പ്രഭാകരൻ അറിയുന്ന ഒരാൾ ഏതോ ഒരു സമയത്ത് വന്ന് അതിനകത്ത് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വീണ്ടും ഈ വീട്ടുകാരോട് ചോദിച്ചു, വാടകയ്ക്ക് കൊടുത്ത ആൾക്കാരോട് ചോദിച്ചു, പ്രഭാകരനെ നിങ്ങൾ എപ്പോഴാണ് അവസാനമായി കണ്ടത്? അപ്പോൾ അവർ പറഞ്ഞ് 15-ാം തീയതി വൈകുന്നേരം പ്രഭാകരൻ വന്ന് കയറുന്ന കണ്ടു, പിന്നെ പ്രഭാകരനെ കണ്ടിട്ടില്ല. അപ്പോൾ സംഭവം നടക്കാൻ സാധ്യത 15-ാം തീയതി രാത്രിയിലോ 16-ാം തീയതി രാത്രിയിലോ ആണ്. പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് മനസ്സിലായത് സംഭവം ഏതാണ്ട് 15-ാം തീയതി തന്നെ നടക്കാനാണ് സാധ്യത എന്ന രൂപത്തിലാണ് കിട്ടിയത്. ഈ കൃത്യത്തിൽ പ്രതിയാണോ പ്രതികളാണോ ഉള്ളത്? ബാഗ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് തന്നെയാണോ, കവർച്ച തന്നെയാണോ ഇൻറ്റൻഷൻ എന്നും വ്യക്തമല്ല. വേറെ ഏതെങ്കിലും തരത്തിലുള്ള വൈരാഗ്യമുണ്ടോ? നാട്ടിലെങ്ങാനും ഉള്ള വൈരാഗ്യത്തിന് പുറത്ത് ഇവിടെ വന്ന് ചെയ്തതാണോ? ചെയ്തിട്ട് പോകുന്ന പോക്കിൽ ബാഗ് എടുത്ത് പോയതാണോ? അങ്ങനെ ഒരുപാട് സംശയങ്ങൾ. ഒരാഴ്ചത്തോളം അന്വേഷിച്ചിട്ടും കേസിന് ശരിയായൊരു തുമ്പ് കിട്ടുന്നില്ല. നമ്മുടെ ഏരിയയിലുള്ള കള്ളന്മാരെയും കവർച്ചക്കാരെയും ഒക്കെ പല സ്ക്വാഡുകളായിട്ട് അന്വേഷിച്ച്, അപ്പോൾ അവർക്കൊന്നും ഇതിനകത്ത് പങ്കുള്ളതായിട്ട് വ്യക്തമായിട്ടില്ല. അത് തന്നെയല്ല, അങ്ങനെ ആ ഒരു ലൊക്കേഷനിലേക്ക് പരിചയമില്ലാത്തവർക്ക് അങ്ങനെ കടന്നു വരാൻ കഴിയത്തില്ല. പരിചയമില്ലാത്തവർ കടന്നു വരും തന്നെയല്ല, രാത്രിയിൽ ഇവർ വന്ന് മുട്ടിയാൽ, ചവിട്ടിപ്പൊളിച്ചിട്ടില്ലല്ലോ അതിൽ, മുട്ടിയാൽ ഇവൻ ജനലിൽ കൂടെ നോക്കിയിട്ട് മാത്രമേ, കാരണം അവിടെ പൈസ ഇരിപ്പുണ്ടല്ലോ, ഇനി എത്ര പൈസ പോയെന്നും നമുക്കറിയത്തില്ല. കാരണം അത് മരിച്ച പ്രഭാകരന് മാത്രമേ അറിയത്തുള്ളൂ. കുറഞ്ഞ പൈസയുള്ളോ അതോ കൂടുതൽ പൈസയുണ്ടോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ആ കേസിൻ്റെ ദുരൂഹത ഇങ്ങനെ ഒരാഴ്ചത്തോളം നിന്നു. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഞങ്ങളാവുന്നത്ര ശ്രമിക്കുന്നുണ്ട് ഇത് ഈ പ്രതിയെ കണ്ടുപിടിക്കാൻ വേണ്ടി. SP DYSPയും പ്രഷർ ചെയ്യുന്നുണ്ട്. എന്താണ് ഇങ്ങനൊരു കൊലപാതകം, ഭീകരമായൊരു കൊലപാതകം നടന്നിട്ട് നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ, എന്താ കണ്ടുപിടിക്കാത്തെന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. കേസിൻ്റെ അന്വേഷണത്തിൽ വഴിത്തിരിവൊന്നും ഇല്ലാതിരുന്നപ്പോൾ ഇവരെല്ലാം ഈ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ വന്നിട്ട് പൈസ പലിശയ്ക്ക് കൊടുക്കുന്ന ആൾക്കാരുടെ എല്ലാം നേതാവായിട്ട്, അല്ലെങ്കിൽ അവർക്ക് പൈസ കൊടുക്കുന്ന ആൾ ആയ അണ്ണനെ തലശ്ശേരിയിൽ വിളിച്ചു വരുത്തി. അണ്ണനെ ചോദ്യം ചെയ്തതിൽ അണ്ണൻ വ്യക്തമായ ഒരു സൂചനയൊന്നും തരുന്നില്ല. അണ്ണൻ അറിയുമില്ല. പിന്നെ അണ്ണനോട് ഞങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും പിണങ്ങിപ്പോയവരുണ്ടോ? അണ്ണൻ പറഞ്ഞ് അങ്ങനെ പിണങ്ങിപ്പോയവരായിട്ടാരുമില്ല. സാധാരണ ഇവിടെ ജോലിക്ക് വരും, കുറച്ച് നാൾ നിൽക്കും, അവർ പോകും. ചിലരൊക്കെ, ചിലർ തുറന്ന് നിൽക്കുന്നുണ്ട്. 5-6 പേര് അങ്ങനെ ഈ അടുത്ത കാലത്ത് പോയവരുണ്ട് ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന്. ഞാൻ പറഞ്ഞു, അവരുടെ ലിസ്റ്റ് എന്താ? 5 ആണോ 6 ആണോ എന്ന് ഓർക്കുന്നില്ല. അവരുടെ ലിസ്റ്റ് അണ്ണൻ തന്നു, അഡ്രസ്സ് തന്നു. ലോകിദാസിനെയും ജോസഫും എന്ന 2 പോലീസുകാരെ ഞങ്ങൾ ഈ വിവരം അന്വേഷിക്കാൻ വേണ്ടി തമിഴ്നാട്ടിലേക്ക് അയച്ചു.
അവർക്ക് 4 പേരുടെ വിവരം അന്വേഷിച്ചു. അപ്പോൾ അവർക്ക് അങ്ങനെ സംശയമൊന്നും തോന്നുന്നില്ല. അവരതിനകത്ത് ഇൻവോൾവ് ആവാൻ സാധ്യതയില്ല. അവരൊക്കെ അവിടെ പണിയൊക്കെ എടുത്ത് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നത് തന്നെയല്ല, ഒരു സംശയം തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റമോ രീതിയോ വർത്തമാനമോ ഒന്നും ആയിരുന്നില്ല അവരുടെ എന്ന് പറഞ്ഞു. അവർ സംശയിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. 2 പേരും കൂടെ ഉണ്ട്, അത് നോക്കണോ സാർ? അതിൽ കാര്യമൊന്നും ഇല്ലയെന്ന് തോന്നുന്നു, ഞങ്ങളിങ്ങ് പോരട്ടെ. ഞാൻ പറഞ്ഞു വേണ്ട, ആ 2 പേരെയും കൂടെ നോക്കി വ്യക്തമാക്കിയിട്ട് വന്നാൽ മതി. ഇപ്പോൾ ഇതിനിടയിൽ ഇടയ്ക്കിടയ്ക്കെല്ലാം മിക്കവാറും എല്ലാ ദിവസവും തന്നെ അണ്ണൻ CEO ഓഫീസിൽ വരുന്നുണ്ട്. ഞാനത് പറഞ്ഞായിരുന്നു, എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ നമ്മളെ അറിയിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അണ്ണൻ വന്ന് ഒരു ദിവസം പറയുന്നത്, ഇവരന്തരം തമിഴ്നാട്ടിലാണ് ഉള്ളത്, നമ്മുടെ സ്കൂളുകാർ. ഞാൻ പറഞ്ഞു വിട്ട് ഒരുത്തനുണ്ടെന്ന് പറഞ്ഞു. പിണങ്ങിപ്പോയതല്ല, ഞാൻ പറഞ്ഞു വിട്ടത്. പൈസയിൽ ചെറിയൊരു ക്രമക്കേട് കാണിച്ചെന്ന് എനിക്ക് ബോധ്യമായ ഒരാളെ ഞാൻ പറഞ്ഞു വിട്ടിരുന്നു. അയാളുടെ പേര് കനകരാജാണ്. ഞാൻ പറഞ്ഞ അഡ്രസ്സ് ഇതാ. ഇയാൾ അഡ്രസ്സ് തന്നു. ആ അഡ്രസ്സ് ഞാൻ ഇവർക്ക് അയച്ചു കൊടുത്തു, സ്കൂളുകാർക്ക്. അവർക്ക് അന്ന് ഏതായാലും അവിടെ കുറച്ച് ദൂരമുള്ള സ്ഥലമെന്ന് തോന്നുന്നു, ശിവഗിരി എന്ന് പറയുന്ന നിങ്ങളുടെ സ്ഥലത്താണ്, തമിഴ്നാട്ടിലെ. അവർക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റിയില്ലെന്ന്. പിറ്റേന്ന് രാവിലെ അവർ കനകരാജൻ്റെ വീട്ടിൽ പോയി. പിണങ്ങിപ്പോയ ആളാണല്ലോ, അപ്പോൾ എന്തായാലും ആദ്യം അത് അന്വേഷിക്കാൻ പറഞ്ഞു. ചെന്നപ്പോൾ കനകരാജനെ കണ്ടു, പോലീസുകാർ കണ്ടു. ഇന്നയാൾ മരിച്ച വിവരം പറഞ്ഞു. അവന് ഒരു മുഖത്തൊരു ഭാവമൊന്നുമില്ല. ഇവനെ ഒന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം, ഒന്ന് ചോദ്യം ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടെയെല്ലാം നാട്ടുമധ്യസ്ഥന്മാരാണല്ലോ. നാട്ടുമധ്യസ്ഥന്മാർ പറഞ്ഞ്, ഏതായാലും സന്ധ്യ ആവാറായില്ലേ, നിങ്ങൾ പൊയ്ക്കോ, രാത്രിയിൽ ഞങ്ങൾ കാര്യങ്ങൾ ചോദിച്ചിട്ട് നാളെ രാവിലെ സ്റ്റേഷനിൽ ഹാജരാക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വാ, നിങ്ങളുടെ കൂടെ വിടാം. അവൻ്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളല്ലേ മരിച്ചത്, അപ്പോൾ ഞങ്ങൾ വിടാമെന്ന് നാട്ടുമധ്യസ്ഥന്മാർ പറഞ്ഞു. ഇവരത് കേട്ടിട്ട് തൊട്ടടുത്ത് പോയി റൂമെടുത്ത് താമസിച്ചു. അപ്പോഴും നമ്മളിവിടെ അന്വേഷണം നടത്തുന്നുണ്ട്. ഇവിടുത്തെ ലോക്കലായിട്ട് ആർക്കെങ്കിലും ഇതിനകത്ത് ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി. നമുക്കൊരു സൂചനയും കിട്ടുന്നില്ല, ഒരു വിവരവുമില്ല. പിറ്റേന്ന് കാലത്ത് സ്കൂളുകാർ എന്നെ വിളിക്കുന്നു, ഫോണിൽ വിളിച്ചിട്ട് പറയുന്നത്, സാർ കനകരാജ് സൂയിസൈഡ് ചെയ്തു. അന്ന് രാത്രി കനകരാജൻ അവരുടെ വീടിനടുത്തുള്ള ഒരു മരത്തിൽ കെട്ടിത്തൂങ്ങി മരിച്ചു. ഞാൻ ചോദിച്ചു, അവനെന്തിനാണ് മരിക്കുന്നത്? അപ്പോൾ അവിടെ എന്തെങ്കിലും ഇൻവോൾവ്മെൻ്റ് ഇതിനകത്തുണ്ടാവുമോ? സാർ, എന്തോ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അത് നമുക്ക് എങ്ങനെ ഇപ്പോൾ മനസ്സിലാവും? ഇവിടെ ഒരാൾ മരിച്ചു, അവിടെ ഒരാൾ മരിച്ചു. ഇനി ഇതിന് കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയേണ്ട ആളാണ് ഇപ്പോൾ സൂയിസൈഡ് ചെയ്തിരിക്കുന്നത്. വേറെ ഇതറിയാവുന്ന ആരാ ഉണ്ടാവുക? ആരും ഉണ്ടാവാനുള്ള സാധ്യതയും കാണുന്നില്ല. പിറ്റേന്ന് രാവിലെ ഈ സ്കൂളുകാർ അവിടെ ചെല്ലുമ്പോഴാണ് ഈ ബോഡി അവിടെ മരത്തെ തൂങ്ങിക്കിടക്കുക. പോലീസുകാരവിടുത്തെ നാട്ടുകാരെല്ലാം കൂടെ വളഞ്ഞ്, നിങ്ങളാണ് അവനെ കൊന്നത്, നിങ്ങൾ കാരണമാണ് അവൻ ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്, നിങ്ങളെ ഞങ്ങൾ വിടൂല എന്നെല്ലാം പറഞ്ഞ് ഭയങ്കര പ്രശ്നമായി. അപ്പോഴത്തേക്ക് അവിടുത്തെ പോലീസുകാരെത്തി. വിവരം പറഞ്ഞ് പോലീസുകാർ വന്ന് അവർ കൂട്ടി പിന്നെ നമ്മുടെ പോലീസുകാരെ കൊണ്ടുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രശ്നമാണെങ്കിലും നമുക്ക് ഈ കേസ് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അത് അവിടെ ചെയ്ത് തീർത്തിട്ടേ പോരാ. അവർക്ക് പേടിയായിപ്പോയി. അവർ പറഞ്ഞു, ഞങ്ങളിങ്ങ് പോരട്ടെ സാർ, ഇനി ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, ചെറിയ സംശയം നമുക്കുണ്ടെങ്കിൽ അവൻ മരിച്ചു പോകില്ല, ഇനി അതുകൊണ്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞു, കാര്യമുണ്ട്. ഇവനാണെന്ന് നമുക്കൊരിക്കലും ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു തെളിവും നമ്മുടെ കയ്യിലില്ല. അവൻ സൂയിസൈഡ് ചിലപ്പം വേറെ എന്തെങ്കിലും കാരണത്തിലാണെങ്കിലോ, അത് നമുക്കറിയത്തില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ അവിടുത്തെ പോലീസുകാരെ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. എങ്ങനെയെങ്കിലും, കാരണം നമുക്ക് നമ്മുടെ സീനിൽ നിന്ന് ഫുട് പ്രിൻറ്റും കിട്ടിയിട്ടുണ്ട്, തെളിച്ചമില്ലെങ്കിലും കുറച്ച് ഫിംഗർ പ്രിൻറ്റും കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും ഒന്ന് അവൻ്റെ എടുക്കണം. ആ പോലീസുകാരോട് പറഞ്ഞ് നല്ല തഞ്ചത്തിൽ നിന്ന് അവരുടെ അടുത്തുനിന്ന് ഇത് എടുക്കാൻ പറയണം. പക്ഷെ ഇത് ഈ മരിച്ചു കിടക്കുന്ന സ്ഥലത്ത് നിന്ന് എടുക്കാൻ സമ്മതിക്കത്തില്ല. ഏതായാലും അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാവും.
കാരണം തൂങ്ങി മരിച്ച ശരീരത്തിൻ്റെ എന്തിനാണ് ഫിംഗർ പ്രിൻ്റ് എടുക്കുന്നത്, ഫുട് പ്രിൻ്റ് എടുക്കുന്നതൊക്കെ അവർ സംശയം ഉന്നയിച്ചേക്കാം. അതുകൊണ്ട് അവിടെ നിന്ന് എടുക്കണ്ട, നിങ്ങളങ്ങോട്ട് പോവുകയും വേണ്ട, ഇനി നിങ്ങളങ്ങോട്ട് പോകണ്ട, നിങ്ങളവിടെ നിന്ന് വിഡ്രോ ചെയ്തു. നിങ്ങൾ മോർച്ചറിയിൽ വെച്ചിട്ട് ഇവൻ്റെ ഫുട് പ്രിൻറ്റും ഫിംഗർ പ്രിൻറ്റും എടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുവന്നപ്പോൾ അവർ അവിടുന്ന് അവിടുത്തെ പോലീസുകാർ ഇവൻ്റെ ഫുട് പ്രിൻറ്റും ഫിംഗർ പ്രിൻറ്റും എടുത്ത് നമുക്ക് തന്നു. അതുമായിട്ട് ഈ നമ്മുടെ സ്ക്വാഡ് പോയ പോലീസുകാർ തിരിച്ച് ഇരിട്ടിയിലെത്തി. ഇവർ കൊണ്ടുവന്ന ഫുട് പ്രിൻ്റ് നോക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ സിമിലാരിറ്റി. നമ്മുടെ സംഭവ സ്ഥലത്ത് കണ്ട രക്തം പറ്റിയ ഫുട് പ്രിൻ്റ് അതും ഇതും മാച്ച് ചെയ്യുന്നു, ഒരേപോലെയുണ്ട് കാഴ്ചയിൽ. നമുക്ക് പറയാൻ പറ്റില്ല ഇനി അങ്ങനെ വല്ലതും ഉണ്ടെന്നുള്ളത്. അതേതായാലും ഞങ്ങൾ കമ്പാരിസൺ അയച്ചു, എക്സാമിനേഷൻ അയച്ചു ഫിംഗർ പ്രിൻ്റ് ബ്യൂറോയിലേക്ക്. ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ സംഭവ സ്ഥലത്തിന് 1/2 കിലോമീറ്റർ വടക്ക് മാറി ഒരു പുഴ ഒഴുകുന്നില്ല, ഇരിട്ടിപ്പുഴ, പടിഞ്ഞാറോട്ട. അതിനേതാണ്ട് 2 കിലോമീറ്റർ പടിഞ്ഞാറ് മാറി പുഴയുടെ സൈഡിൽ ഒരു ബാഗും ഒരു ഷർട്ടും പാൻറ്റും വേറെ എന്തോ ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടെന്നൊരു വിവരം കിട്ടി. അങ്ങനെ ഞങ്ങൾ പോയി ബാഗ് പരിശോധിച്ചു. ഈ തലശ്ശേരിക്കാരൻ മുത്തുവിനെ വരുത്തിച്ച്, അതുപോലെ അണ്ണനെയും വരുത്തിച്ച് ബാഗ് പരിശോധിക്കുമ്പോൾ ബാഗ് പ്രഭാകരൻ്റേതാണ് എന്ന് പറഞ്ഞു അവർ ഐഡൻറ്റിഫൈ ചെയ്തു. ഷർട്ടും പാൻറ്റും പ്രഭാകരൻ്റേതല്ല എന്നും പറഞ്ഞു. ഷർട്ടിലും പാൻറ്റിലും അവിടെ രക്തക്കറി ഉണ്ടായിരുന്നു, ചെളി ആയിരുന്നു. ഷർട്ടും പാൻറ്റും പ്രഭാകരൻ്റേതല്ല എന്ന് പറയുമ്പോൾ അത് പ്രതിയുടെയാകും. ബാഗ് പ്രഭാകരൻ്റെയുമാണ്. അപ്പം പ്രതി സംഭവം നടന്ന വീട്ടിൽ നിന്ന് പ്രഭാകരൻ്റെ ബാഗും എടുത്തു പോയി വേറെ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടാവും. ഈ രക്തം പറ്റിയപ്പം വളരെ ആസൂത്രിതമായി ചെയ്തതാണെന്ന് നമുക്കത് മനസ്സിലാവുന്നുണ്ട്. ഈ പാൻറ്റും ഷർട്ടും മാറി അവിടെ നിന്ന് ബാഗ് എടുത്ത് പുഴയിലേക്ക് കളഞ്ഞിട്ട് പോയതാണ് എന്ന് ബോധ്യമായി. ഈ ഫുട് പ്രിൻറ്റിൽ നമുക്കൊരു താരതമ്യം തോന്നുന്നുവെങ്കിലും പ്രതിയാണെന്ന് പറയാൻ നമ്മളെക്കൊണ്ടാവില്ല. ഇവനെയാണ് ഈ കൃത്യത്തിൽ ഉൾപ്പെട്ടത് എന്ന് നമുക്ക് ബോധ്യമാവുന്ന തെളിവുകൾ ഇതുവരെ നമ്മുടെ കസ്റ്റഡിയിൽ കിട്ടിയിട്ടില്ല. 3-4 മാസം കഴിഞ്ഞപ്പോൾ നമുക്ക് ഫുട് പ്രിൻറ്റുകൾ തമ്മിൽ നമുക്ക് സംഭവ സ്ഥലത്ത് നിന്ന് കിട്ടിയതും ഈ നേരത്തെ അവിടെ മരിച്ചുപോയ കനകരാജിൻ്റെ ഫുട് പ്രിൻറ്റും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ടുള്ള എക്സാമിനേഷൻ റിസൾട്ട് വന്നു. രണ്ടും മാച്ചിങ് ആണ്. കേസിലെ പ്രതി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അവന് മനസ്സിലായി, ബോധ്യമായി. പക്ഷെ അപ്പോഴും നമുക്ക് അവനെ ജീവനോടെ പിടികൂടാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു പ്രയാസമുണ്ട്. എന്നാലും അങ്ങ് ദൂരെയുള്ള പ്രതിയെ നീ പ്രതിയാണ് എന്ന് സ്ഥാപിക്കാൻ നമുക്ക് സാധിച്ചു അന്വേഷണത്തിലൂടെ. ഒരു ചെറിയ ക്ലൂവിൽ നിന്നാണ്, ഒരു ഫുട് പ്രിൻറ്റിൽ നിന്നാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത് പ്രതിയെ തിരിച്ചറിഞ്ഞത്. പ്രതിയെ തിരിച്ചറിഞ്ഞതിന് ശേഷം, ഇവനാണെന്ന് നമുക്ക് ബോധ്യമായതിന് ശേഷം നമ്മൾ ചാർജ് കൊടുത്ത് അബേറ്റ് ചെയ്തു കോടതിയിൽ നിന്ന്. അങ്ങനെയാണ് എൻ്റെ ചാർജ് അബേറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. പ്രതി ജീവനോടെ ഇല്ലാത്തത് കൊണ്ട് ചാർജ് അബേറ്റ് ചെയ്ത് കോടതി ക്ലോസ് ചെയ്തു. പക്ഷെ ഇപ്പോഴും നമുക്ക് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ, പ്രത്യേകിച്ച് എനിക്ക് അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക്, ഇവൻ ഒറ്റയ്ക്കാണോ ഈ കൃത്യം ചെയ്തത്? അവിടുന്ന് എത്ര രൂപ കൊണ്ടുപോയി? രൂപയുണ്ടായിരുന്നുള്ള ഉറപ്പാണ്, വേറെ പൈസയൊന്നും അവിടെ കണ്ടിട്ടില്ല. എന്തായാലും പൈസ കൊണ്ടുപോകും. മോഷണം ആയിരുന്നു അവൻ്റെ ലക്ഷ്യം. എത്ര പൈസ ഉണ്ടായിരുന്നു? ഇത് പ്രതിയും കൈവശക്കാരനായ മരിച്ചയാളും ഇല്ലാത്തതുകൊണ്ട്
നമ്മൾ നിസ്സഹായരാണ്. എങ്കിലും ഒന്നിൽ ചാരിതാർത്ഥ്യമുണ്ട്, പ്രതിയെ ഒരു ചെറിയ തെളിവിൽ നിന്നും കണ്ടെത്താൻ പോലീസിന് സാധിച്ചു എന്നത്. ആംഗ്യം കാണിക്കുന്നുണ്ടാണ്ട് വാ തുറന്നിട്ട് സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അപ്പോഴും. എൻ്റെ കേസ് അന്വേഷണ വേളയിൽ ഞാൻ ഇതുപോലെ ഒരു സാക്ഷിമൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. ചോദ്യങ്ങൾക്കെല്ലാം കുട്ടി ഈ തലയാട്ടുന്നതും അതേപോലെ തന്നെ മൂളുന്നതും ഒക്കെ രേഖപ്പെടുത്തി. പക്ഷെ എന്നിട്ട് നമുക്ക് പ്രതിയിലേക്ക് എത്താൻ പറ്റുന്നില്ല. അറിയുന്ന ആളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കുട്ടി തലയാട്ടിയിരുന്നു. അറിയുന്ന ആളാണ് എന്ന് മനസ്സിലായി.